ഒരു ചൊല്ലുണ്ട്, പൊന്നാനി വണ്ടി ഓടിക്കാൻ പഠിച്ച ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കാൻ. സത്യം, പ്രൊഫഷണൽസിന് മാത്രമായിട്ട് ഓടിക്കാൻ. ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഏരിയ, ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടൊരു ഏരിയ, ഒരു ഗ്രൗണ്ട്, ചെറിയൊരു ഗ്രൗണ്ട്. ബസ്സിന് നിക്കാൻ സ്ഥലമില്ല, നമുക്ക് നിക്കാൻ സ്ഥലമില്ല, ഓട്ടോക്കാർക്ക് നിക്കാൻ സ്ഥലമില്ല, എന്തോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിങ്ങനെ അവിടെ നിന്ന് ബസ് കയറേണ്ട കൊണ്ട് കേറി വരും. ആ കട പറഞ്ഞാൽ കടക്കാരന്റെ ചീത്തേക്കണം. അതും പോട്ടെ, ബസ് കാത്ത് നിന്നാ ബസ് എടുത്തോണ്ടോന്ന് ആലോചിക്കണം. ഈ പ്ലസ് ടു കഴിയുന്ന അവധി കുട്ടികളൊക്കെ എവിടെ പോകുന്നത്? കുറെ ആൾക്കാരെ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. കല്യാണം, പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിക്കും, ചെക്കന്മാരാണെങ്കിൽ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ കടയിൽ കയറി നിൽക്കും. നമ്മുടെ കോളേജിന്റെ ബാക്കിൽ ഇറങ്ങിക്കണം എപ്പോഴെങ്കിലും. NSS റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ്. അതോ എപ്പോഴും ഈ ഫോണിൽ ഇങ്ങനെ റീലും കണ്ടിരിക്കലാണോ? റീൽ എടുക്കലൊക്കെ പരിപാടിയാണോ കോളേജില്? ഇറങ്ങിക്കണ് അല്ലേ? ഇത് സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ മതി, നമ്മൾ ട്രാഫിക് പറഞ്ഞില്ലായിരുന്നു, അതുപോലെ കേറി കഴിഞ്ഞാല് പഠിച്ചോനെ കാണാം. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പൊ ഞാൻ എസ്തെറ്റിക്കാത്ത തലക്ക് വീണ വരെ അല്ല, എസ്തെറ്റിക് ആണ് എപ്പോഴാണ് ന്യൂസിൽ വരുന്നത്, ബിൽഡിംഗ് ഇടിഞ്ഞു ഒഴിഞ്ഞു, ഇത്ര മരണം അല്ലെങ്കിൽ ഇത്ര പരിക്കെന്നൊക്കെ പറയുന്നത് എസ്തെറ്റിക് ആവുള്ളൂ. പോസ്റ്ററിലെ ഫുള്ള് മത്സ്യത്തൊഴിലാളികളാ, കെട്ടിപ്പിടിക്കുന്നു, മീൻ വെക്കുന്നു, തല കൈ വെക്കുന്നു. ഭയങ്കര പ്രശ്നമാണത്. അതായത് ഭയങ്കര ഡ്രമാറ്റിക് ആണ് അല്ലെ. ആ സമയത്ത് ഒരു നേതാവ് പറയാ, കിറ്റ് കിട്ടിയില്ലേ നിങ്ങൾ, ശാപ്പിട്ടില്ലേ, പെൻഷൻ കിട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുന്ന പോലെ ചിലവരുടെ ഡയലോഗ് അല്ലേ. കേരളം വന്നിട്ടൊരു പ്രഷർ കുക്കർ പോലെ ആയിട്ടുണ്ട്. അത്രയും മണ്ഡലങ്ങള്, അതില് ചർച്ചകള്, ഇപ്പോൾ രാഷ്ട്രീയം. ഇപ്പൊ പൊന്നാനിയിൽ എന്തൊക്കെയാ ഇനിയിപ്പോ ആവശ്യങ്ങള്, സത്യം പറയുമ്പോ മാറി മാറി ഭരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നു. ഈ വികസനം ഞങ്ങൾ വന്നു, വികസനം കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ഇതൊന്നും ഈ ബസ് സ്റ്റാൻഡില്ല, തിരക്കാണ്, റോഡുകൾ, അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും സാമൂഹികമായിട്ട് നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത വികസനം. നാട്ടിലെ ആകെ മൊത്തം പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫുൾ ഇപ്പൊ കേരളം വന്നിട്ടൊരു പ്രഷർ കുക്കർ പോലെ ആയിട്ടുണ്ട്. അത്രയും മണ്ഡലങ്ങള്, അതില് ചർച്ചകള്, ഫുൾ രാഷ്ട്രീയം, വികസനങ്ങള്. ഇപ്പോൾ പൊന്നാനിയിലും ഞാൻ വരുമ്പോഴൊക്കെ ഫുൾ പോസ്റ്റേഴ്സാണ്, ഒരുപാട് സ്ഥാനാർത്ഥികള്, അവരുടെ പോസ്റ്റേഴ്സ്, കാര്യങ്ങളൊക്കെ. ഇപ്പം കുറെ ആൾക്കാർ വികസനത്തിനെ പറ്റി സംസാരിക്കുന്നവരുണ്ട്, പലരും വികസനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ചിലർക്ക് ഇത് കിട്ടിയതോടെ ഞങ്ങൾക്ക് വികസനം ചെയ്യാന്നുള്ള അഭിപ്രായക്കാരുണ്ട്, ഇപ്പൊ ഇതൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായക്കാർ വേറെയുണ്ട്. അപ്പോ ആളുകൾ എല്ലാം തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആവശ്യം എന്താന്നുള്ളതൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോ പറയാൻ കാരണേ, ഞാൻ വരുമ്പോ ബസ് സ്റ്റാൻഡിൽ വരുമായിരുന്നു, നമ്മുടെ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ. സമയത്ത് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂമിൽ പോകാൻ വിചാരിച്ച അവിടെ ഒരു വാഷ്റൂം ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കോളേജിൽ പോണ കുട്ടികൾ അനുഭവിക്കുന്നതല്ലേ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടണം തിരിച്ച് കോളേജിക്കാ, തിരിച്ച് ഗേൾസ് റൂമിൽ പോയിട്ട് പിന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാണ്, കോളേജിൽ നിന്ന് നടക്ക് പിന്നെയും ബസ് സ്റ്റാൻഡിൽ കയറാൻ. പോട്ടെ, വാഷ്റൂം ഇല്ല, വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാ? വെയിറ്റിംഗ് ഷെഡ് ഇല്ല. അത് പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വെയിലാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഏതെങ്കിലും കടയുടെ എവിടെ സൈഡിൽ കയറി നിൽക്കണം, അല്ലാണ്ട് നമുക്ക് എന്തില്ല. ആ കട പറഞ്ഞാൽ കടക്കാരന്റെ ചീത്തേക്കണം. അതും പോട്ടെ, ബസ് കാത്ത് നിന്നാ ബസ് എടുത്തോണ്ടോന്ന് ആലോചിക്കണം. അതെ, ഭയങ്കര ഒരു അവസ്ഥയാണ് അവിടെ. കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറെ ബസ് സ്റ്റാൻഡുകൾ കാണുമ്പോ, ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഏരിയ, ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടൊരു ഏരിയ, ഒരു ഗ്രൗണ്ട്, ചെറിയൊരു ഗ്രൗണ്ട് അല്ലേ. ഗ്രൗണ്ട്, ഒരു ബസ്സിന് നിക്കാൻ സ്ഥലമില്ല, നമുക്ക് നിക്കാൻ സ്ഥലമില്ല, ഓട്ടോക്കാർക്ക് നിക്കാൻ സ്ഥലമില്ല, എന്തോ കാട്ടിക്കൂട്ടണവിടെ. ഞാൻ വിചാരിച്ചത് ഇതിനെപ്പറ്റി എന്താ ആൾക്കാർ സംസാരിക്കാത്ത ശരിക്കും അല്ലേ. സ്കോളേഴ്സ് കൂടുതലുള്ള ഒരു ഏരിയ ആണ് അത്. എത്ര സ്കൂളുണ്ട്? സ്കൂൾ ഹബ്ബാണ്. നമ്മളെ കോളേജ്, അതുപോലെ തന്നെ MA ഗേൾസ്, MES, MA ബോയ്സ് എല്ലാതും അവിടെ കണക്ട് ചെയ്തിട്ടാണ് പോണത്. ഇനിയിപ്പോ ഇവിടുന്ന് എടപ്പാളേക്ക് പോകുന്ന ആളുകളോ? അത് ഇപ്പോ ഗേൾസ് ആണെങ്കിലും ഒരു പീരീഡ്സ് ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു അത്യാവശ്യം നിങ്ങൾ വരുമല്ലോ, മനുഷ്യന്മാരല്ലേ, സമയത്തൊന്നും നമുക്ക് കേറാൻ ഒരു ബാത്റൂം ഇല്ല, അല്ലെങ്കിൽ ഒന്ന് വൃത്തിക്കൊന്നും ഇരിക്കാനൊരു സ്ഥലം ഇല്ല അല്ലെ. വെയിലത്ത് നിക്കണം അവിടെ, ചടപ്പാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കയറേണ്ട കൊണ്ട് കേറി വരും. അപ്പൊ ഇതൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല അല്ലെ, ആരും മൈൻഡ് എല്ലാരും തലയിൽ ഇല്ലതാനും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ പൊന്നാനിയിൽ എന്തൊക്കെയാണ് ഇനിയിപ്പോ ആവശ്യങ്ങള്. സത്യം പറയുമ്പോ മാറി മാറി ഭരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നു, കോട്ട നിലനിർത്തുന്നു, കോട്ട പൊളിക്കുന്നു, അങ്ങനെ പല ജാതി. അല്ലെങ്കിൽ ഇപ്പൊ തോന്നുന്നു ഇലക്ഷനൊക്കെ ആയപ്പോ ഭയങ്കര ട്രെൻഡിങ് ആ ഈ ടാഗ് ലൈൻസ്, അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ, സിനിമയായിട്ട് കണക്ട് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ എന്താണോ വേണ്ടത് അതൊക്കെയാണ് സെറ്റപ്പ്. ഞാൻ ആലോചിക്കാം, ഈ വികസനം എന്നല്ലാതെ അതൊക്കെ ഒരു 4 അക്ഷരം പറയുന്നുണ്ട്, ഞങ്ങൾ വികസനം കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാണ്ട് ഇതൊക്കെ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ, എന്റെ ഓർമ്മ വെച്ച കാലത്തൊക്കെ ബസ് സ്റ്റാൻഡ് അങ്ങനെയാ, ഇത്രയും വയസ്സായിട്ട് അങ്ങനെയൊക്കെ തന്നെയാ. അപ്പൊ ഇനിയിപ്പോ ഇതൊന്നും അല്ലാത്ത എന്ത് തരം വികസനമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ സ്പേസ് കൂട്ടിയിട്ട് ചെയ്യാവുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല. നമ്മുടെ റോഡ് അല്ലേ ഭയങ്കര റഷാ.
ഒരു ചൊല്ലുണ്ട്, പൊന്നാനി വണ്ടി ഓടിക്കാൻ പഠിച്ച ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കാൻ. സത്യം. പ്രൊഫഷണൽസിന് മാത്രമേ അല്ല ഓടിക്കണ ഞാൻ വരെ ഇവിടെ പറയാനൊന്നുമില്ല. പൊന്നാനി വണ്ടി ഓടിച്ച് വേറെ എവിടെ ഓടിക്കും. സത്യാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു സ്റ്റാൻഡ് മുതല് മുക്കാടി വഴി കോടതിയുടെ മുന്നിൽ കൂടെ ആ ഒരു ചന്തപ്പടി ഇത്തന വരെ ഒന്നൊന്നും ആലോചിച്ച് നോക്കിയ എന്താ സ്ഥിതി. ആ കോടതി പടീന്റെ അടുത്തൊരു വളവുണ്ട്. അവിടെ നമുക്ക് ഒരു മിറർ കണ്ടിട്ടുണ്ട്, റെഡ് കളർ മിറർ. അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ കാണുന്ന ഒരു സാധനം. ഞാൻ ഇടക്ക് തപ്പു ഇത് എവിടെ ഉള്ളതെന്ന്. ഇടക്കൊന്ന് കാലനെ കാണാതെ സത്യം എന്നെ ഇങ്ങനെ എടുക്കും അവിടെ എത്തുമ്പോ. ബസ്സാണ് എന്താ വരികയെന്നല്ല. പിന്നെ ഒരു ബസ് ആയിക്കൂടെ അങ്ങോട്ട് തിരിഞ്ഞാണ്ടല്ലോ, നമ്മളവിടെ 1/2 കിലോമീറ്റർ മുമ്പ് നിർത്തണം. ഇത് എവിടെയാണ് ഇടിക്കാൻ അറിയാത്തോണ്ട്. ഒരു പാലുണ്ട്, അങ്ങാടി പാലറിയില്ലേ? സൂപ്പറാ. ഭയങ്കര. അത് ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കണം ഒരു വണ്ടി ഇങ്ങനെ വരുമ്പോ. കാരണം എന്താണെന്നറിയോ? പക്ഷെ നമ്മൾ ആ പാലത്തിനെ പറ്റി പറയുമ്പോഴും ആ പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പൊന്നാനി എന്ന് പറയുന്നത് ഒരു പൗരാണിക പ്രദേശമായിരുന്നു. അതായത് ഈ പറയുന്ന കൊച്ചിയും കോഴിക്കോടും ഒക്കെ വാണിജ്യ കേന്ദ്രങ്ങളാവുന്നതിനേക്കാൾ മുന്നേ പൊന്നാനി ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഹബ്ബായിരുന്നു. അപ്പൊ അക്കാലത്ത് ഉണ്ടാക്കിയ ഒരു പാലാണ്. അപ്പൊ അതിന് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മാറുന്നില്ല, എന്നാൽ കൂടും വരുന്ന ആളുകൾ എന്തുകൊണ്ട് ആ പാലൊന്നും നവീകരിക്കാത്ത? പൊളിഞ്ഞു വീഴാനായിന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസം മുന്നേ കണ്ടിരുന്നു, ഒരു ന്യൂസ് കണ്ടിരുന്നു. ആ അങ്ങാടിയത്തെ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ പഴകിയിട്ടുണ്ട്. അതിന്റെ പഴക്കം നമ്മള് സംരക്ഷിക്കുന്നതാണെങ്കിൽ പോലും അത് ഒരുപാട് ആളുകൾക്ക് റീസൺ ഉണ്ട്. ഇപ്പൊ ഞാൻ എസ്തെറ്റിക് അത്ര തലക്ക് വീണ വരെ അത് പൊളിയാനായിട്ടോന്നും അറിയില്ല. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നടക്കുന്ന ലോകം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കാ. ആളുകൾക്കൊന്നും ഇതിന്റെ സമയമൊന്നുമില്ല. ആള് ഭയങ്കര തിരക്കാം. അപ്പൊ ആ സമയത്താണ് ഇപ്പോ ഈ പാലം നവീകരിക്കാനൊന്നും ആൾക്കാർക്ക് സമയമില്ല. അപ്പോഴും ഞാൻ വീണ്ടും എത്തുന്നത് എവിടെയാണെന്നറിയാം, ഈ വികസനം. ഞങ്ങൾ വന്നു, വികസനം കൊണ്ടുവന്നു എന്ന് പറയുമ്പോ ഇതൊന്നും ഈ ബസ് സ്റ്റാൻഡില്ല. തിരക്കാണ്, റോഡുകൾ. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും സാമൂഹികപരമായിട്ട് നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത വികസനത്തിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതിൽ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതായിട്ടുണ്ടാവും. നമ്മുടെ ട്രഡീഷണൽ ഫുഡാണ് എന്ത്, മുട്ടപ്പത്തിരിയും ബീഫും. അങ്ങനെ തിരിയണമെന്ന് ഭാഗം ആലോചിച്ചോക്ക്. സാധനം സൂപ്പറാ തിന്നാൻ, പക്ഷെ ആ പോണ വഴിയാണ് ഹൊറിബിൾ. ആ നോമ്പ് കഴിഞ്ഞായിരുന്നല്ലോ, ആ സമയത്ത് നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലില് ഭയങ്കര ആളുകൾ, പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. ക്യൂ കണ്ടിരിക്കണ റീൽസിലൊക്കെ. അല്ല, ക്യൂ നിൽക്കട്ടെ, ക്യൂലേക്ക് ആൾക്കാർ എത്തണമല്ലോ. അത് അവിടുന്ന് ചന്തപ്പടിയിൽ നിന്ന് തുടങ്ങുക തിരക്കിന്റെ കാര്യം പറയുമ്പോ തന്നെ നമ്മൾ വേറെ സ്പോട്ട് പറയണം. എന്താ പറയാ, നമ്മളിപ്പോ കർമ്മ. ഇപ്പൊ ആൾക്കാർ പറയും, അതായത് കർമ്മ എന്ന് പറയുമ്പോ ഒരു രസമാണ് അവിടെ പോയിരിക്കാനൊക്കെ. നല്ല കാറ്റും, കടല് അടുത്തുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്, പിന്നെ നൈറ്റ് ലൈഫ് ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു രസമാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 6 ആളായിട്ട് പോകുമ്പോൾ 5 ആളായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. കാരണം തിരക്ക്, നടക്കാൻ സ്ഥലമില്ല, പാർക്കിംഗ് ഇല്ല. പക്ഷെ നടക്കാൻ സ്ഥലം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കൃത്യമായിട്ട് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. ഒരു സ്ഥലത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം, ഇതൊരു സ്ഥലം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് എത്തണല്ലോ ചെയ്യാം. ഏതൊരു സ്ഥലം ഡിസൈൻ ചെയ്യുമ്പം അതിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ബാത്റൂം, അവിടെ നടക്കാനുള്ള സൗകര്യം, പാർക്കിംഗ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ കർമ്മയുടെ കാര്യത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും വേറെ കാര്യമുണ്ട്. ഒരു വണ്ടി ഇടുന്നു, അതിന്റെ ബാക്കിൽ വേറെ ആൾ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ മുന്നത്തെ ആൾക്കാർക്ക് ദേഷ്യം വരുന്നു, പിന്നെ അതൊരു പ്രശ്നമായി, പിന്നെ അതൊരു വഴക്കായി. അപ്പൊ ആ ഒരു പ്രശ്നം. അപ്പൊ എല്ലാം കൊണ്ട് ആ ഒരു തിരക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു സാധനം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ശരിക്കും ഒരു അല്ലെങ്കിൽ ഒരു ജോഗിങ് കാര്യങ്ങൾ, മോർണിംഗ് വാക്ക്, ഇതിനൊക്കെ നന്നായിട്ട് നല്ല സ്ഥലമാണ്. കാരണം നല്ല എസ്തെറ്റിക് ആണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക് ആണ്. സൺറൈസ് നാച്ചുറലി ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുറെ കൂടി അത് ഉപയോഗപ്പെടുത്താൻ തോന്നുന്നുണ്ട്. നന്നായി ഹൈജീൻ ചെയ്ത് കൊണ്ടേ നല്ലൊരു പാർക്കിംഗ് ഏരിയ, ഒരു വാക്ക് വേ, ഒരു കുറച്ച് ചെടികളൊക്കെ വെച്ച നല്ലൊരു സ്ഥലമാണത്. പക്കാ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയിട്ട് നമ്മുടെ നാടിന് നല്ലതാണത്. പക്ഷെ പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. പെരുന്നാത്തലേന്ന് പോയി കണ്ടിക്കണേ ഞാൻ അറിയാതെ. എന്തോ 2ാം പെരുന്നാൾ പോയിട്ട് വെറുതെ പോയിന്നേ. ഒന്നാമത് ഗ്യാസ് ഇല്ലാത്തോണ്ട് ചായ ഇല്ല, വെറുതെ പെട്രോൾ തീർക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മള് പൊന്നാനിക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്, സ്നേഹം ഭയങ്കര കൂടുതലുള്ള ആളുകളാണ്. അപ്പോ നമ്മൾ പൊന്നാനി എന്ന് പറയുന്നത് ഒരു ദ്വീപായിട്ടൊക്കെ കണക്കാക്കാറുണ്ട്. കാരണം എന്താണെന്ന് പറയുമോ, ഒരു സൈഡിൽ കടല്, ഒരു സ്ഥലത്ത് കനോലി കനാല്, ഒരു സ്ഥലത്ത് ബിയ്യങ്കായല്, ഭാരതപ്പുഴ, അങ്ങനെ പറഞ്ഞാൽ ഒരു ദ്വീപാണ് അത്. പൊന്നാനി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ദ്വീപാണ്. അതുകൊണ്ടാണ് പ്രളയ സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ അധികാരികളുടെ കുറച്ച് പ്രശ്നം കൊണ്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, കൃത്യമായിട്ട് വെള്ളം കടലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പൊ നമ്മുടെ അപ്പുറത്ത് പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. മറ്റേതൊക്കെ പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് പൊന്നാനിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടത്തേക്ക് നമുക്ക് പോകാൻ പ്രത്യേകിച്ച് പാലങ്ങളൊന്നുമില്ല. പക്ഷെ ഹൗറ മോഡൽ പാലങ്ങളൊക്കെ വരുന്നൊക്കെ വന്ന് വീലും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നിലവിൽ അവിടത്തേക്ക് ഒരു പോകാൻ സാഹചര്യം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജങ്കാർ സർവീസ് ആണ്. പക്ഷെ ജങ്കാർ സർവീസ് 2 മാസം ഉണ്ടായാലും 4 മാസം ഉണ്ടാവില്ല, അടുത്ത 2 മാസം ഉണ്ടെങ്കിലും പിറ്റേ 6 മാസം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. അതായത് സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ മതി, നമ്മൾ ട്രാഫിക് പറഞ്ഞില്ലായിരുന്നു, അതുപോലെ കേറി കഴിഞ്ഞാല് കുറച്ചോനെ കാണാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറി ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കേറി ഇരിക്കലും മാത്രമല്ല, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. ബോട്ടന് ഓടുന്ന ഭാഗ്യാണ്. ഒരു രീതിയിലാണ് പറയുന്നത്. അതൊരു സർക്കാർ സർവീസാണ്, അതൊന്നും കൂടി ഒന്ന് നന്നാക്കാമായിരുന്നു ഒരു പ്രോപ്പർ ഷെഡ്യൂളും ടൈമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. നമ്മളെ കോളേജിൽ തന്നെയുള്ള എത്ര കുട്ടികൾ അപ്പുറത്തുനിന്ന് വരാറുണ്ട്. അതില്ലാത്തോണ്ട് എന്ത് ചെയ്യും, അവര് നേരത്തെ ഇറങ്ങി ഇല്ലാത്ത ബസ്സും താണ്ടിട്ട് വേണം വരാൻ. വിദ്യാഭ്യാസമായിട്ട് പൊന്നാനിയുടെ അവസ്ഥ എന്താ? കൊറേ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് ഒറ്റ നടുക്കെ ഒരു എയ്ഡഡ് കോളേജ്. എപ്പോഴും എയ്ഡഡ് കോളേജിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ലല്ലോ. അതില്ല ഇല്ല അല്ലേ? കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മള് പൊന്നാനി എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്കൂൾ ഹബ്ബാണ്. കാരണം ഒരുപാട് സ്കൂളുകളുണ്ട്, എന്നിട്ട് അടുത്ത് പോലെ ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ലാത്തൊരു നാട്. അത് പറയുമ്പോ +2 വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പഠിക്കാൻ ഇവിടെ കൃത്യമായിട്ടൊരു സിസ്റ്റം ഇല്ല. കാരണം എല്ലാവരും കോളേജിൽ പോകണം എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് വേണ്ടുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല ഇവിടെ അല്ല. ഒരു ഗവൺമെന്റ് കോളേജിൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് സമ്പന്നരാവുക എന്നുള്ള ഒരു സാധനമാണ്. കാരണം അടുത്ത തലമുറയാണല്ലോ ഇത്. അപ്പോൾ നമ്മളൊക്കെ എയ്ഡഡിൽ പഠിച്ചു, ഓക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് കോളേജ് ഒരു നാടിന് വേണം. അപ്പൊ ഞാൻ പറയുമ്പോഴേ ഒരു സ്പോർട്സ് എന്ന രീതിക്കാണ് നമ്മളെ കോളേജിലെ ഒട്ടുമിക്ക എത്ര സൂപ്പർ കാക്കന്മാരുള്ളത്, സ്പോർട്സിന് വേണ്ടിട്ട് മരിക്കണവര്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒന്നിനൊന്ന് മെച്ചാണ് അല്ലേ? ഭയങ്കര ഇന്റർനാഷണൽ പ്ലെയേഴ്സ് വരെ നമുക്ക് പൊന്നാനിക്കുണ്ട്. പക്ഷെ ഇവരൊക്കെ എവിടെയാ? ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇവര് ചിലപ്പോ 1-2 പേരൊക്കെ അതിൽ നിൽക്കുന്നുണ്ടാവും, കണ്ടിന്യൂഷൻ കുറവാ. അതിന്റെ പിന്നാലെ അങ്ങനെ വരുമ്പോ ബാക്കിയുള്ളവർക്ക് എന്താ പറ്റുന്നത്? അതായത് ആ കുട്ടികളെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ എന്തില്ല, സിസ്റ്റം ഇല്ല. ഒരു എൻകറേജ്മെന്റ് കണ്ടിന്യൂഷൻ ആയിട്ട് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം അല്ല. ഈ സ്പോർട്സിലുള്ള ആളുകളെ എൻകറേജ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ആദ്യം സാധാരണ കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റിൽ കളിക്കാൻ ഒരു സ്പോർട്സ് ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വേണമല്ലോ. അതില്ല. ആ ഒരു ഗ്രൗണ്ട് പോലും നമുക്ക് ഇല്ല എന്നുള്ളൊരു സത്യം നമ്മളിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കത് പറയാം. എന്താന്ന് പറയാ, ആകെയുള്ള 2 ഗ്രൗണ്ട് ഏതായിരുന്നു? ഒന്ന് ബോയ്സിന്റെയും അത് ഒന്ന് കോളേജിന്റെ, അത് 2 ഉള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്റർടൈൻമെന്റിനോട് എതിരായിരിക്കും. അങ്ങനെ തുറക്കാറില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ സ്പോർട്സിന്റെ, അതായത് നമ്മുടെ കുട്ടികൾ ഒരുപാട് പൊട്ടൻഷ്യലുള്ള കാലിബറുള്ള കുട്ടികളൊന്നും ഇവിടെ എത്തുന്നില്ല. അത് എത്താത്തത് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ആൾക്കാരില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊന്നാനി എന്നുള്ളൊരു സ്കൂൾ ഹബ്ബാണ് ശരിക്കും. അത് ഈ +2 കഴിഞ്ഞാൽ മതി കുട്ടികളൊക്കെ എവിടെയാ പോകുന്നത്? കുറെ ആൾക്കാരെ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. കല്യാണം, പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിക്കും, ചെക്കന്മാരാണെങ്കിൽ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ കടയിൽ കയറി നിൽക്കും അല്ലേ? അതായത് ചിലപ്പോൾ അത് നന്നായി പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പം ഏവറേജ് ആയിരിക്കും, ചിലപ്പോൾ തീരെ പഠിച്ചില്ലെങ്കിൽ പോലും. പഠിക്കുന്നത് മാത്രമല്ലല്ലോ, ചിലപ്പോ കുട്ടികൾ നന്നായിട്ട് സ്പോർട്സിലൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവർക്ക് എന്തില്ല, പഠിക്കാൻ ചിലപ്പം അവർക്ക് ഒരു പിന്നോക്കമായിരിക്കാം. പക്ഷെ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര കാലിബറുള്ള കുട്ടികളായിരിക്കും. കഴിവുള്ള കുട്ടികളെയാണ് നമ്മൾ ഒരു 10-22 വയസ്സ് കഴിയുമ്പോൾ അവർ വല്ല കടയിലോ ഗൾഫിലോ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അത് അപ്പോഴും ഞാൻ എത്തുന്ന പോയിന്റ് എന്താ പറയുക, ഈ വികസനം എന്ന് പറയുമ്പം ഇവര് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിലൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവരെന്താണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറെ റോഡ് പണിയാ, എന്നിട്ട് ആ റോഡ് പകുതിക്കിട്ടേക്ക, കുറെ പാലം പണിയാ, അതും പകുതിക്കിട്ട. ഈ പകുതിക്ക് ചെയ്തു വെക്കാന്ന് പറയുമ്പോഴേ നമ്മുടെ കുറച്ച് പരിപാടികൾ, നമ്മുടെ നിള സംഗ്രഹാലയം, അതുപോലെ നമ്മുടെ ഒരു ടേക്ക് എ ബ്രേക്ക്, ഇതൊക്കെ എന്തുണ്ട്, ഇനാഗ്രേഷൻ കഴിഞ്ഞതാ. പക്ഷെ എന്തില്ല, സാധാരണ ജനങ്ങൾക്ക് എന്താവുന്നില്ല, അത് ആക്സസിബിൾ ആവുന്നില്ല. പക്ഷെ അത് വെറുതെ നാട്ടുകാർക്ക് ഉപകാരം ഇല്ലാണ്ട് പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം?